ഹോർമസ് കടലെടുക്ക് നമുക്കറിയാം ലോകത്തെ മുഴുവൻ വാണിജ്യ വ്യാപാര ബന്ധങ്ങളുടെ ഒരു ഇടനാഴിയായ ഹോർമസ് കടലിടുക്കിൻ്റെ അതിൻ്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇന്നലെ ട്രംപിനോട് ഒരു ചോദ്യം ഉയർന്നിരുന്നല്ലോ. അപ്പോൾ ട്രംപ് അതിന് മറുപടി പറയുകയും ചെയ്തു. ഞാനും ആയത്തുള്ളയും ചേർന്ന അക്കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾ ഭരിക്കും, അല്ലെങ്കിൽ ഞങ്ങളത് ഹോർമസ് കടലെടുക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കും എന്നുള്ളത്. ഇറാൻ അതിനോട് ട്രംപിൻ്റെ വാക്കിനോട് ഔദ്യോഗികമായ എന്തെങ്കിലും പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? ഇന്നിപ്പോൾ സൈനിക നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഹോർമസ് കടലെടുക്കുക എന്നത് ഇറാന്റെ സുരക്ഷയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പുറമേ നിന്നുള്ള ഒരു ശക്തിയെയും ആ ഹോർമസ് കടലെടുക്കുന്ന നിയന്ത്രണത്തിലേക്കോ അതിന്റെ ഭാവിയിലുള്ള അതിന്റെ കാര്യങ്ങൾ നീക്കുന്നതിലുള്ള ഒരു അതോറിറ്റിയായോ ഒരു ശക്തിയെയും തങ്ങൾ അടുപ്പിക്കുകയില്ല എന്ന വളരെ അസന്നിഗ്ധമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപനമാണ് ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹോർമസ് കടലെടുക്കിന്റെ കാര്യത്തിൽ ഒരു നിലക്കുള്ള ഒത്തുതീർപ്പുമില്ല എന്ന് ഇറാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഒരുപക്ഷെ ട്രംപിന്റെ ഈ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം IRGCയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ നീക്കം അല്ല, ഇനി അവിടേക്കാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കാനാണ് നീക്കമെങ്കിൽ അത് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുമായി തങ്ങളുണ്ടാവും. ഒരു നിലക്കും ഈ നിലവിലുള്ള പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല. യുദ്ധം അവസാനിക്കണമെങ്കിൽ തങ്ങൾ മുന്നോട്ട് വെച്ച ചില ഉപാധികളുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാകണം, ഇറാന്റെ പരമാധികാരം മാനിക്കപ്പെടണം, അതോടൊപ്പം തന്നെ ഭാവിയിൽ ആക്രമിക്കുകയില്ല എന്ന് കൃത്യമായിട്ടുള്ള ഉറപ്പ് വേണം, നേരത്തെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായിട്ട് പിൻവലിക്കണം എന്നതുൾപ്പെടെയുള്ള ആ ഉപാധികളുമായി തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ എത്ര കണ്ട് ഇനി ചർച്ചകൾ മുന്നോട്ട് പോകും? നേരെ മറിച്ച് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കണം, അതോടൊപ്പം തന്നെ മിസൈൽ പദ്ധതി, ആ മിസൈൽ പദ്ധതിയിൽ ഒരു പരമാവധി 5 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം എന്നതുൾപ്പെടെയുള്ള നിബന്ധനകളാണ് ഇസ്രായേലിന്റെ കൂടി താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു നിലക്കും രണ്ടു കൂട്ടർക്കും സ്വീകാര്യമല്ലാത്ത ഉപാധികൾ തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ചർച്ച എത്ര കണ്ട് വിജയിക്കുമെന്ന ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുന്നത്.